ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? +2 റിസൾട്ട് വന്നു. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയമാണ്. അതായത് +2വിന് ശേഷം എന്ത് കോഴ്സിലോട്ട് കടക്കണം. കാരണം നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഓരോ കോഴ്സുകളുമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റുകളായിട്ട് മാറുന്ന മൊമെൻ്റാണിത്. കാരണം പലരും 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഇതാണ് ടേണിംഗ് പോയിന്റ് എന്നും അതുപോലെ തന്നെ 8ാം ക്ലാസ്സിലോട്ട് കടക്കുമ്പോൾ അതാണ് ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ശീലിപ്പിച്ചതാണ്. പക്ഷേ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ +2വിന് ശേഷം നിങ്ങൾ ചൂസ് ചെയ്യാൻ പോകുന്ന ഓരോ കോഴ്സുകളും തന്നെയാണ്. ഇനി കാര്യത്തിലോട്ട് കടക്കാം. നിങ്ങൾ പലരുടെയും മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ടാവും. എനിക്ക് ഭാവിയിൽ ഈ ഒരു കോഴ്സ് എടുക്കണം, എനിക്ക് ഭാവിയിൽ ഇത്തരം ഒരു സാലറിയുള്ളൊരു പ്രൊഫഷനിലോട്ട് കിടക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തടസ്സമായി നിൽക്കുക നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയായിരിക്കും, ശരിയല്ലേ? അതായത് അവർ പലപ്പോഴായിട്ട് നമ്മളോട് പറയുന്ന കാര്യമാണ്, +2വിന് ശേഷം നീ വലിയ സ്വപ്നമൊന്നും കാണണ്ടടാ, നീ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ആളാണ്, നിനക്ക് നാട്ടിൽ വല്ല ഡിഗ്രിയൊക്കെ പഠിച്ച് നാട്ടിൽ ഏതെങ്കിലുമൊക്കെ ജോലിയൊക്കെ നേടി അങ്ങ് തട്ടിക്കൂടി അങ്ങ് പോയാൽ മതി, അതേ നിന്നെ കൊണ്ട് സാധിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ പലരെയും ഒതുക്കി നിർത്തിയിരിക്കുന്ന പലരും ഉണ്ടാവും നമ്മുടെ ചുറ്റുപാടിലും. സോ അവരെ കേൾക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ അവരെ ആവരുത് നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടത്. മറിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ കേൾക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അത് എത്ര വലുതുമായിക്കോട്ടെ അത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന യാഥാർത്ഥ്യം ഈ മൊമെൻറ്റിലെങ്കിലും നിങ്ങളെല്ലാവരും തിരിച്ചറിയണം. ഇനി കാര്യങ്ങളിലോട്ട് കടക്കാം. നിങ്ങൾക്ക് +2വിന് ശേഷം നിങ്ങൾ ആലോചിക്കുകയാണ്, എനിക്കൊരു ഡോക്ടറോ എനിക്കൊരു എഞ്ചിനീയറോ ഒക്കെ ആവണം, എൻ്റെ ഫാമിലിയെ എനിക്ക് മുന്നോട്ട് കൊണ്ടുവരണം. കാരണം പലരുടെ ഫാമിലിയും അതുപോലെ ആയിരിക്കും. അതായത് പണ്ട് മുതലേ നമ്മളൊരു മിഡിൽ ക്ലാസ് ലെവലിൽ ഇരുന്ന ഫാമിലീസ് ആയിരിക്കും. നമ്മളാണ് ആ ഫാമിലിയെ ഇനി അങ്ങോട്ടൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് കൊണ്ട് നടക്കേണ്ട ആളുകൾ നമ്മളായിരിക്കും. സോ നിങ്ങൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണുക. അത്തരത്തിൽ എനിക്കൊരു ഡോക്ടറും എഞ്ചിനീയറും ആവണം, എനിക്ക് വലിയൊരു സാലറിയിൽ നല്ലൊരു പൊസിഷനിൽ നല്ലൊരു ജോലി നേടണം, എൻ്റെ അച്ഛനെയും അമ്മനെയും എനിക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വലിയൊരു ജീവിത സാഹചര്യങ്ങൾ അവർക്ക് നൽകണം എന്നൊക്കെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഇതിനും മികച്ചൊരു സുവർണാവസരം തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതാണ് സൈലത്തിൻ്റെ 1 ഇയർ റിപ്പീറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്താണ് റിപ്പീറ്റർ പ്രോഗ്രാം എന്ന് പോലും അറിയാത്ത പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. കാരണം ഇന്നലെ പോലും എന്നോടൊരു കുട്ടി വിളിച്ചിട്ട് സർ റിപ്പീറ്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കുട്ടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, +2വിന് ശേഷം 1 വർഷം റിപ്പീറ്റ് ചെയ്യുക, അഥവാ നീറ്റ് ആൻഡ് ജെഇ കൃത്യമായിരുന്നു പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം പരീക്ഷ എഴുതുക. അതാണ് റിപ്പീറ്റർ പ്രോഗ്രാം എന്ന് പറയുന്നത്. വീണ്ടും എഴുതുന്നതിനെ റിപ്പീറ്റർ എന്ന് പറയും. നമുക്ക് അതിൻ്റെ സാഹചര്യം വരേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു തവണ തന്നെ കൃത്യമായി നിങ്ങൾ +2വിന് ശേഷം നീറ്റ് ഓർ ജെഇ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്കോടുകൂടി തന്നെ ഈ പറയുന്ന കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്വാളിഫൈ ചെയ്ത് ഏറ്റവും മികച്ച IITസിലും എയിംസിലും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാം. ഈ പറയുന്ന IITസ്, എയിംസ്, ജിപ്മർ തുടങ്ങിയ കോളേജുകളുടെ പേരൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്ന ഒന്നാണോ, ഞങ്ങൾക്ക് ഇത്തരം ഒരു സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന ആളുകളാണോ ഞങ്ങൾ എന്നൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിന് പല ഉദാഹരണങ്ങൾ സൈലത്തിൽ പഠിച്ചിറങ്ങിയ കുട്ടികളുടെ കാര്യം തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അഥവാ +2വിലെ ഏറ്റവും കുറഞ്ഞ മാർക്കോടുകൂടി തന്നെ പാസ്സായിട്ട് ഈ പറയുന്ന വലിയ സ്വപ്നങ്ങൾ നേടിയെടുത്ത ഒട്ടനവധി വിദ്യാർത്ഥികളെയാണ് സൈലത്തിന് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ സാധിക്കുന്നത്. സോ മക്കളെ, നിങ്ങൾ വലിയ സ്വപ്നങ്ങൾ കാണുക. അതിലോട്ട് സൈലം നിങ്ങളെ എന്തായാലും കൈപിടിച്ച് നടത്തിയിരിക്കും. ഇനി അത്തരത്തിൽ സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വലിയൊരു ആശ്വാസമായ വലിയൊരു സന്തോഷ വാർത്ത കൂടി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അഥവാ ഈ കഴിഞ്ഞ +2 പരീക്ഷയിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി നീറ്റ് ആൻഡ് ജെഇ പോകുമ്പോൾ ഈ പറയുന്ന സബ്ജക്റ്റുകൾക്കാണ് വലിയ പ്രാധാന്യം വരുന്നത്. സപ്പോസ് നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജിയാണ്. ഈ 3 സബ്ജക്റ്റുകളാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ 3 സബ്ജക്റ്റുകൾക്കാണ്. സോ ഈ 3 സബ്ജക്റ്റുകളിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ 600ൽ 600 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, നിങ്ങൾ തിരിച്ചറിയുക, 100% സ്കോളർഷിപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാം. ഒരു ഇനത്തിലും 1 രൂപ പോലും നിങ്ങൾക്ക് സൈലത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരില്ല. അഥവാ നിങ്ങൾ തിരിച്ചറിയേണ്ടത് മെറ്റീരിയൽ ഫീസ് ഇനത്തിലോ, ഹോസ്റ്റൽ ഫീസ് ഇനത്തിലോ, രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിലോ, ടാബ്ലറ്റിൻ്റെ ഫീസ് ഇനത്തിലോ 1 രൂപ പോലും നിങ്ങൾക്ക് സൈലത്തിൽ കൊടുക്കേണ്ടതായിട്ട് വരില്ല. 100% സ്കോളർഷിപ്പോടുകൂടി തന്നെ നിങ്ങൾക്ക് സൈലത്തിൽ റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് 599 മുതൽ 595 മാർക്കിനിടയിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ, അഥവാ 1, 2, 3 മാർക്കൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെടാം, റൈറ്റ്? സോ അത്തരത്തിലാണ് നിങ്ങളുടെ മാർക്കെങ്കിൽ നിങ്ങൾക്ക് 100% കോഴ്സ് ഫീസ് ഇനത്തിൽ നിങ്ങൾക്ക് റിഡക്ഷൻ ഉണ്ടാവും. അഥവാ 100% കോഴ്സ് ഫീസ് ഒന്നും തന്നെ നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. സിമിലർ വേ രജിസ്ട്രേഷൻ ഫീസും നിങ്ങൾക്ക് അടയ്ക്കേണ്ടതില്ല. സോ അത്തരത്തിൽ നിങ്ങൾ നേടിയെടുത്ത ഓരോ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലുള്ള സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. വലുതായി തന്നെ കാണിക്കേണ്ടതാണ്, ഉറപ്പായും അവർ കാണിക്കുമെന്നാണ് എൻ്റെ ഉറപ്പ്. സോ വലുതായി തന്നെ കൃത്യമായി അത് മനസ്സിലാക്കി തന്നെ സൈലത്തിൽ അഡ്മിഷൻ എടുക്കുക. കാരണം ഇത്തരം ഒരു അവസരം മറ്റാരും നിങ്ങൾക്ക് നൽകാൻ പോകുന്നുമില്ല, നൽകുന്നുമില്ല. സോ നിങ്ങളുടെ
ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, ദാറ്റ് മീൻസ് നിങ്ങൾ പ്ലസ് ടുവിൽ നേടിയെടുത്ത മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള സ്കോളർഷിപ്പാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി പല കുട്ടികളെയും അടുത്തൊരു സംശയം, സാറേ പ്ലസ് ടുവിൽ എനിക്ക് വലിയ മാർക്കൊന്നുമില്ല, പ്ലസ് ടുവിൽ ഞാനൊന്ന് കടന്നുകൂടിയ വിദ്യാർത്ഥിയാണ്, എനിക്ക് വലിയൊരു മാർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്ന വിദ്യാർത്ഥികളുണ്ടാവും. സാർ ഞങ്ങൾക്ക് ഈ നീറ്റും ജെയൊക്കെ താങ്ങാവുന്ന സിലബസ് ആണോ, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണോ? മക്കളെ അങ്ങനെയൊന്നുമില്ലടാ. മക്കളെ ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, പ്ലസ് ടു വരെ നിങ്ങൾ എന്തു പഠിച്ചു എന്നത് ഇനി അങ്ങോട്ട് 1 ഇയർ റിപ്പീറ്റർ പ്രോഗ്രാമിനെ ബാധിക്കുന്ന ഘടകമല്ല. മറിച്ച് ആ 1 ഇയർ റിപ്പീറ്റർ പ്രോഗ്രാമിൽ നിങ്ങൾ പ്ലസ് ടുവിനെ മറന്ന് എത്രത്തോളം ഹാർഡ് വർക്ക് ഇടാൻ അല്ലെങ്കിൽ എത്രത്തോളം എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറാവുന്നു എന്നതിലിരിക്കുന്നു നിങ്ങൾ നേടിയെടുക്കാൻ പോകുന്ന ലക്ഷ്യങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും. സോ അതിനാൽ തന്നെ പ്ലസ് ടുവിൽ ഫിസിക്സിൽ ഫെയിലായ വിദ്യാർത്ഥി പോലും ഫിസിക്സിൽ മുഴുവൻ മാർക്കും നേടി ഡോക്ടറായ ചരിത്രം സൈലത്തിന് പറയാനുണ്ട്. ആ ചരിത്രം എല്ലാവരും കേട്ടതുമായിരിക്കും. സോ അതിനാൽ തന്നെ പ്ലസ് ടു മാർക്കുകൾ ഒരു പൊടിക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു തടസ്സവും നിങ്ങളാരും വരുത്തേണ്ടതില്ല. ഗംഭീരമായി തന്നെ സൈലത്തിനോടൊപ്പം റിപ്പീറ്റ് ചെയ്യുക, വലിയ വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കുക. ഞങ്ങളുണ്ട്, സൈലമുണ്ട് നിങ്ങളുടെ കൂടെ എന്നും എപ്പോഴും.